ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കടക്കണോ പുറത്ത്? മേലിൽ ഇവിടെ കണ്ടുപോകരുത്. അങ്ങനെ ആട്ടിയിറക്കിയിട്ടൊന്നും കാര്യമില്ല. മാനം വിറ്റ് ജീവിക്കാനൊന്നും ഇവിടെ പറ്റില്ല. അതിനുള്ള പുറപ്പാടെങ്ങാനും ആണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലും നിന്നെ, പേപ്പട്ടിയെ കൊല്ലും പോലെ. അല്ല, മോളെന്താ അങ്ങോട്ട് നോക്കുന്നേ? ഒന്നുമില്ല അപ്പച്ചി. അപ്പച്ചി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അപ്പച്ചി പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചോളാം. ഓ മതി, അത് മതി. മോള് ഗുരുത്വമുള്ളോളാ. മോളെ എന്നാ ഇറങ്ങട്ടെ അപ്പച്ചി? ഇറങ്ങട്ടെ വിദ്യേച്ചി? ആ ആയിക്കോട്ടെ. മോള് തിരിച്ചു വരാൻ വൈകിയാലും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല കേട്ടോ. ശരി അപ്പച്ചി. പിടിച്ച് വണ്ടി കയറട്ടെ ഇവിടെ. ഇങ്ങോട്ട് എന്താ എല്ലാരും കൂടി? അല്ല, ഒരു സംഭവം നടന്നിട്ട് അയൽക്കാരൊന്നും അന്വേഷിച്ചില്ല, കണ്ടില്ല, പറഞ്ഞില്ല എന്നൊന്നും പറയരുതല്ലോ. അറുമുഖം പിടിച്ചോണ്ട് പോയിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു? വെളുപ്പങ്കാലത്ത് മീനാക്ഷി ഓട്ടെ വന്ന് ഇറങ്ങുന്നത് കണ്ടല്ലോ. ജഗത ചേച്ചിയും കൂടെ പ്രായമായ ഒരാൾ ഉണ്ടായിരുന്നല്ലോ. അയാൾ ആരായിരുന്നു? അയാളെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അത് ജഗദമ്മയുടെ മോള് സുചിത്ര ചേച്ചിയല്ലേ? ആ ചേച്ചിയുടെ ഭർത്താവിന്റെ അച്ഛനായിരുന്നു വന്നത്. അത് ശരി. അറുമുഖം മീനാക്ഷിയെ തൊടുകയോ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്തോ? അറുമുഖം തികഞ്ഞ ആഭാസനാ. കാണാൻ വക്കത്തുള്ള മീനാക്ഷിയെ കൈ കിട്ടിയ അയാള് വെറുതെ വിടുവോ? മുതലും പലിശ ഈടാക്കി കാണും, പിന്നല്ലാതെ. അറുമുഖം പഴപ്പിച്ച സ്ഥിതിക്ക് ലൈസൻസ് ആയല്ലോ. മീനാക്ഷിക്ക് പണം ഉണ്ടാക്കാൻ ഒരു വഴിയായി. നാണമില്ലേ നിങ്ങൾക്കൊക്കെ? വിവരം കെട്ട കൂട്ടങ്ങൾ അയൽക്കാരാണത്രേ. ഒരു ആഭാസനൊരു പെണ്ണിനെ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ടു പോയാ അത് അവക്ക് വഴിവിട്ട് ജീവിക്കാനുള്ള ലൈസൻസ് ആണെന്നാണോ? അതാണോ ഇവിടുത്തെ നാട്ടു നടപ്പ്? കഷ്ടം. കണ്ണി ചൊരയിലത്തെ മനുഷ്യര്. അല്ല,
ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്ന നിങ്ങളുടെ വീട്ടിലും ഇല്ലേ സഹോദരിമാരും പെൺമക്കളും ഒക്കെ? നാളെ അവർക്ക് ഇത് സംഭവിച്ച അപ്പോഴിതന്നെ നിങ്ങളൊക്കെ പറയോ? നിർത്തടി. അധികം ശീലാവധി ചമയണ്ട. ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആണുങ്ങളുണ്ട്. കൂത്തൊഴിഞ്ഞ് സ്വൈരസഞ്ചാരം നടത്തില്ല. സ്വൈരസഞ്ചാരം നടത്തുന്ന എന്റെ ഇഷ്ടമാ. താൻ എന്ത് ചെയ്യടോ? കടക്കടോ പുറത്ത്. മേലിൽ ഇനി ഇവിടെ കണ്ടുപോകരുത്. അങ്ങനെ ആട്ടിയിറക്കിയിട്ടൊന്നും കാര്യമില്ല. മാനം വിറ്റ് ജീവിക്കാനൊന്നും ഇവിടെ പറ്റില്ല. അതിനുള്ള പുറപ്പാടെങ്ങാനും ആണെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലും നിന്നെ, പേപ്പട്ടിയെ കൊല്ലും പോലെ. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? എപ്പോഴും ഇങ്ങനെ ഇവിടെ അഹങ്കാരി. നീ വാ എന്തായാലും. ചായ. ഇതെന്താ മാധവേട്ട, ഇത് എത്രാമത്തെ തവണയാ പത്രം വായിക്കുന്നേ? പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഉണ്ടല്ലോ. വയസ്സാം കാലത്ത് നീ എന്ത് പരീക്ഷ? പരീക്ഷയില്ലെങ്കിലും പരീക്ഷണങ്ങൾക്കൊരു കുറവുമില്ലല്ലോ. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. പത്രത്തിൽ വർക്ക്ഷോപ്പ് ജോലി അറിയുന്നവരെ ആവശ്യമുണ്ടെന്ന് ഒരു പരസ്യമുണ്ട്. പക്ഷെ പ്രായപരിധി 35-നും 40-നും ഇടയ്ക്കെന്നാ പറയുന്നത്. ആ, ഈ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്താ ഒരു 45-നകത്തല്ലേ തോന്നിക്കൂ. കുറച്ച് കൂടുന്നുണ്ട്. എന്ത്? ഈ ചായ കുടിയേ പഞ്ചസാര പ്രശ്നമാ. ഈ ചായയെ മാധവന്റെ ഒരു വീക്ക്നെസ്സാ. നിന്നെ പോലെ. കൊള്ളാം, വയസ്സാം കാലത്ത് ശൃംഗാരം കുറച്ച് കൂടുന്നുണ്ട്. കൊട്ടാരം